ഷോർട്ടായിട്ട് പറയാൻ പോണത് വൈ കംസത്ത് മസ്റ്റ് വിൻ, പിന്നെ അഡ്രസ്സിങ് കംസത്ത് കാർഡിയോ ഇഷ്യൂസ്, പിന്നെ ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഇത് മൂന്നൊന്ന് ഷോർട്ടാക്കി DDP വിസിസ് കംസത്തിനെ പറ്റി മാത്രം ഷോർട്ടായിട്ട് പറഞ്ഞു പോകാൻ പോണേ. അപ്പൊ ഫസ്റ്റ് തന്നെ വൈ കംസത്ത് മസ്റ്റ് വിൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കംസത്ത് ജയിക്കുകയാണ് MMA ബെറ്റർ. ഗായ്സ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ പ്രസ് കോൺഫറൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ലിസ്റ്റ് എടുത്തൊക്കെ മനസ്സിലാവും. ചാമ്പ്യൻ പോലും ആവാണ്ട് 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആക്റ്റീവ് ഫൈറ്റേഴ്സിൽ ആകെ ഉള്ള ഒരു ഫൈറ്റർ കംസത്താണ്. കംസത്തിന് മേലെ 10 മില്യൺ ഈക്വൽ ഫോളോവേഴ്സ് ഉള്ള ആക്റ്റീവ് ഫൈറ്റേഴ്സ് ആകെ 2 പേരുള്ളൂ, ഇസ്ലാമും ഇലിയെ. അവർ ഇത്തനാളെ ചാമ്പ്യൻ ആയതും അവരുടെ ഹൈപ്പ് അറിയാല്ല. കംസത്തെങ്ങാണ്ടും ചാമ്പ്യനായ കംസത്താണ് ഇനി ഫേസ് ഓഫ് UFC. അലക്സ് അങ്കലവിനെ നോക്കൗട്ട് ചെയ്താലും എന്ത് ചെയ്താലും കംസത്തിന്റെ സ്റ്റാർ പവർ അത്രയുമാണ് ഗൈസ്. അതിനുള്ള കാരണം ഇതാണ് കബീബ് ഉണ്ടാക്കി തന്ന അടിത്തറ. കബീബിന് ഉണ്ടായിരുന്ന കുറച്ച് പോരായ്മകൾ, ഇപ്പൊ സ്ട്രൈക്കിങ്, ഇപ്പൊ കാർഡിയോ കബീബിന്റെ അത് ഞാൻ പറയാം, കബീബിന്റെ അത്രയും കാർഡിയോ ഇല്ല, പക്ഷെ ബാക്കി സ്ട്രൈക്കിങ്ങും കബീബിനേലും കൂടുതൽ എക്സ്പ്ലോസീവ് എക്സൈറ്റിംഗ് ആയിട്ട് അത്രയും ഒറയിലിരിക്കണ കബീബിന്റെ ഒറയ്ക്ക് മേളിൽ പണിത് തുടങ്ങിയ ആളാണ് കംസത്ത്. കംസത്ത് ചാമ്പ്യനായ സിംപ്ലി ഫേസ് ഓഫ് ദി UFC ആണ്, ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഇൻ UFC ആണ്. കോണറിന് ശേഷം വരാൻ പോണ ഏറ്റവും വലിയ സ്റ്റാർ. കോണറിന്റെ അത്ര എത്തൂല, കോണറിന്റെ അടുത്ത് അല്ല, കോണറിന്റെ വേറെ സംഭവമല്ലേ. പക്ഷെ അത് കഴിഞ്ഞ കോണറിനെ മാറ്റി നിർത്തിയാൽ വരാൻ പോണ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഇൻ UFC ആയിക്കോളൂ ഇനി. അപ്പൊ അതുകൊണ്ട് കംസത്ത് ജയിക്കണാണ് UFC നല്ലത്. ഇപ്പൊ DDP ജയിച്ചാൽ ഒരു ഗുണമുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെജൻഡ്, ഒരു കോട്ട് ഓഫ് ഡിവിഷനെ കിട്ടും. പിന്നെ DDP പോലത്തെ ആൾക്കാരൊക്കെ പയ്യെ സ്റ്റാറാണ്. ഇപ്പൊ ഉസ്മാൻ അറിയില്ലേ, ഉസ്മാൻ ചാമ്പ്യനായിട്ട് പയ്യെ അവസാനം ഉസ്മാൻ ബെൽറ്റ് തോറ്റപ്പോഴാണ് ഉസ്മാൻ ഫാൻ ബേസ് കൂടിയത്. പക്ഷെ അതേപോലെ പയ്യെ റാക്ക് ചെയ്ത് ഒരു ഭയങ്കര ഫാൻ ബേസ് ആവായാക്കുക. അതേപോലെ DDP കംസനെ തോപ്പിച്ചു കഴിഞ്ഞാൽ കുറെ ഇത് കിട്ടും. പിന്നെ വേറെ രണ്ടുപേരും തോപ്പിച്ചു കഴിഞ്ഞാൽ DDP അങ്ങനത്തെ ഒരു സ്റ്റാറായി മാറും. പക്ഷെ അതിനേലും എക്സൈറ്റിങ്ങും വലുതുമാണ് കംസത്ത് ഫേസായി മാറിയ UFC കണ്ടാകുമ്പോൾ ഗുണം ഫാൻസിനും എല്ലാത്തിനും. രണ്ടാമത്തെ കാര്യം അഡ്രസ്സിങ് കംസത്തിന്റെ കാർഡിയോ ഇഷ്യൂസ്. ഞാൻ പറയണത് ഞാൻ പറയണത് പ്യുവർലി ഒരു കംസത്ത് ഫാൻ എന്ന നിലയിലെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു DDPയുടെ അല്ലെങ്കിൽ ഡേവിഡ്സ് അഡ്വക്കേറ്റ് പോയിന്റോ ഞാൻ പറയണില്ല. ഇപ്പോഴും എടുത്ത് പറയുന്നത് കംസത്തിൻ ഫാനിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയണത്. അത് പക്ഷെ ചെറിയ ലോജിക്കലാണ്, വെറുതെ ബ്ലൈൻഡ് ഫെയ്ത്ത് ഉള്ള പോയിന്റ് അല്ല. ഇപ്പൊ കംസത്തിന് കാർഡിയോ ഇഷ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ 2 ഫൈറ്റ് എല്ലാവരും പറയണ ഉസ്മാനും ബേൺസും. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫൈറ്റ് അനലൈസ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ബേൺസിന്റെ ഫൈറ്റിൽ എന്തുകൊണ്ടാണ് ഈ കംസത്തിനെ കുറെ പേര് ഇതാക്കി? നിങ്ങൾ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊരു ഹൈ പേസ് ഫൈറ്റ് ആയിരുന്നു, ഹൈയസ്റ്റ് പേസ് ഫൈറ്റ്. അത്ര ഹൈ പേസ്റ്റ് ഫൈറ്റിൽ സാധാരണ കാറിയുള്ള ആൾക്കാർ വരെയും തളർന്നു പോകും. മെരാബ് ഒഴിച്ച് ബാക്കി ആരാണെങ്കിലും അങ്ങനെ ഒരു ഹൈ പേസ് ഫൈറ്റ് വെച്ചാൽ തളർന്നു പോകേണ്ടതാണ്. ബേൺസ് വരെ കംസത്തിന് ടയർഡായിരുന്നു 3rd റൗണ്ടിൽ. പക്ഷെ ഞാൻ പറയാൻ പോണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംസത്ത് ആ ഫൈറ്റ് എന്താണ് ചെയ്തത്? സ്ട്രൈക്കിങ്. ഗൈസ്, എപ്പോഴും നീന്തണ ഒരുത്തൻ, ഞാൻ പറഞ്ഞുതരാം, എപ്പോഴും നീന്തണ ഒരുത്തനെ ഓടിച്ചു കഴിഞ്ഞാൽ അവൻ കിതക്കും. എപ്പോഴും ഓടണ ഒരുത്തനെ നീന്തിച്ചു കഴിഞ്ഞാൽ അവൻ കിതക്കും. അതേപോലെ എപ്പോഴും റെസ്ലിംഗ് ചെയ്ത് പരിചയമുള്ള കംസത്ത് ആദ്യമായിട്ടാണ് റെസ്ലിംഗ് ചെയ്യാണ്ട് അല്ലെങ്കിൽ റെസ്ലിംഗ് താഴെ പോകാൻ പേടിച്ച ഒരു ഫൈറ്റ് ബേൺസ്. പേടിക്കണ്ട, ബേൺസിന്റെ ആ ഗ്രാപ്ലിംഗ് DDPക്ക് ഇല്ലട്ടാ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അത് പ്യൂറസ്റ്റ് ഗ്രാപ്ലിംഗ് ഓഫ് ഓൾ ടൈം ADCC ചാമ്പ്യൻ്റെ ഇതാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതിന് എടുത്ത് ഗ്ലേസിയുള്ള ADCനെ പല പ്രാവശ്യം ADCC എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ മടുത്തിരിക്കണേ. താഴെ പോയാൽ കംസത്തിന് സബ്മിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ബേൺസ്. അപ്പൊ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സ്കില്ല് ഉപേക്ഷിച്ച് കംസത്തിന് ഫൈറ്റ് ചെയ്യണത്. ഇപ്പൊ ഇസ്രായേൽ അഡസാനിയ സ്ട്രൈക്കിംഗ് ഇല്ലാണ്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ കംസത്ത് റെസ്ലിംഗ് ഇല്ലാണ്ട് ഫൈറ്റ് ചെയ്തൊരു ഫൈറ്റ് ആണത്. എന്നിട്ടും കംസത്ത് ജയിച്ച് ചിഹ്നം ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് ഡീപ്പ് വാട്ടേഴ്സിൽ പോയി ഹാർട്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത്. അപ്പൊ ആ ഫൈറ്റ് ഒരുപാട് കാര്യങ്ങൾ കംസത്തിന് കൊടുത്ത്. രണ്ടാമത്തെ ഫൈറ്റ് ഉസ്മാന്റെ ഫൈറ്റ്. നിങ്ങൾ എന്താ ഈ പറയണം? ഉസ്മാന്റെ ഫൈറ്റ് സ്ലോ ഡൗൺ ആയെന്ന് പറയണില്ലേ ഗൈസ്? ഉസ്മാൻ ഫസ്റ്റ് റൗണ്ട് 10-8 ലെവൽ പെർഫോമൻസ് ആണ് കംസത്ത് കാഴ്ച. ഉസ്മാൻ ഒന്നും ചെയ്തില്ല ഫസ്റ്റ് റൗണ്ട് 3-ാമത്തെ 4-ാമത്തെ മിനിറ്റ് തീരാറായപ്പോ ലിഗമെന്റ് ടയറായി. കൈന്റെ ലിഗമെന്റ് ടയർ ആയതിനു ശേഷമാണ് കംസത്തിന്റെ സ്ലോ ഡൗൺ ആയതും ഗെയിം പ്ലേ മാറിയത്. ഫസ്റ്റ് റൗണ്ട് പോലെ പിന്നെ സെക്കൻഡ് റൗണ്ട് 3rd റൗണ്ട് നമുക്ക് കണ്ടില്ല. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫസ്റ്റ് റൗണ്ടിൽ എന്താണ് ഉസ്മാൻ ചെയ്തത്? പിന്നെ സ്ലോ ഡൗൺ ആയതിനു ശേഷം ഉസ്മാൻ ചെയ്യാൻ പറ്റില്ല. സ്ലോ ഡൗണിന്റെ കാരണം കൈയാണ്. പിന്നെ കാർഡിയോ ആയിരിക്കാം, ഞാൻ ബ്ലൈൻഡ് ഫെയ്ത്ത് പറഞ്ഞല്ല, ആയിരിക്കാം. പക്ഷെ ഈ ഒരു കൈയുടെ ഇഞ്ചുറിയുടെ കാര്യം നിങ്ങൾ കൈന്റെ മച്ചാനെ കൈ ഉളുക്കണ പോലെ ലിഗമെന്റ് ടയർ എന്ന് പറഞ്ഞാൽ അത് വേറെ. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. റെസ്ലിംഗിന് കംസത്തിന്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യണ ഈ സ്റ്റൈലിൽ എക്സ്പ്ലോസീവിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ നേരത്തെ ഫസ്റ്റ് ഇനിഷ്യേറ്റ് ഈ കൈ ഇല്ലാണ്ട് പിന്നെ എങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യാൻ? എന്നിട്ടും അവൻ ചെയ്ത്. അത് കംസത്തിന്റെ ഗ്രേറ്റ്നെസ്. അപ്പൊ
ആ സെക്കൻഡ് ഫൈറ്റ് നിങ്ങൾ ഇങ്ങനെ കാർഡിയോയിലായ്മ, തേർഡ് റൗണ്ട് ഉസ്മാൻ കയറി വന്ന് കാര്യം ഇതാണ്. അപ്പൊ അത് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് കംസത്തിന്റെ കാർഡിയോയുടെ ഇഷ്യൂസ് ആണ് ഗൈസ്. കംസത്തിന്റെ അത്രയും എക്സ്പ്ലോസീവ് കെവിൻ ഹോളണ്ടിന്റെ ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഫസ്റ്റ് തുടങ്ങി ഇപ്പൊ ഡ്യൂക്ക് 390 ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ പോലെ ഒരു ആക്സിലേറ്റർ ക്ലച്ച് ഇടാൻ വേണ്ടി മാത്രം താഴ്ത്തിട്ട് പിന്നെ തിരിച്ചു പിടിക്കൂല. അതേപോലെ ഫുള്ള് പവറിലാണ് പിടിച്ചത്. അങ്ങനെ ഫുൾ പവറിൽ എക്സ്പ്ലോസീവ് ആയ ആരാണ് കിതക്കാത്ത ഗൈസ്? ലോകത്തൊരു ഫൈറ്റ് ഇപ്പൊ മെരാബ് വിട്, അല്ലാണ്ട് വേറെ ഏത് ആരാണ് ഇത്ര സ്പീഡിൽ പോയി ഇങ്ങനെ ഫുൾ ടൈം? മെരാബ് പോലും ഇത്ര ഫുൾ സ്പീഡിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. അത്ര ഫുൾ സ്പീഡിൽ പോയ ആരാ കിതക്കാത്ത? കബീബ് വരെ ഫസ്റ്റ് തുടങ്ങി അവസാനം വരെ നിർത്താണ്ട് പോയാൽ കിതച്ചു പോകും. അതങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഫൈറ്റിംഗ് സ്റ്റൈലിന്റെ പ്രശ്നമുണ്ട് ഈ കാർഡിയോടെ ഈസിലി. ഇതാണ് കംസത്തിന്റെ കാർഡിയോ ഇഷ്യൂസ് ഞാൻ പറയണം. പിന്നെ ഇതിപ്പ വേറെ ഏറ്റവും വലിയ പോയിന്റ്, അർമൻ സാറൂഖ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കംസത്തിന്റെ എന്തുകൊണ്ടാണ് ഈ കാർഡിയോടെ ഇതിലും അല്ലെങ്കിൽ പെർഫോമൻസ് അവസാനത്തെ റൗണ്ടിൽ വീക്കായി എന്നൊക്കെ. കംസത്ത് ഇത്ര നാളെ എല്ലാ ട്രെയിനിങ് ക്യാമ്പും ഓവർ ട്രെയിനിങ് ആയിരുന്നു. റിക്കവറിക്ക് ഒരു വിലയും കൊടുത്തിട്ടുണ്ടായില്ല. ആദ്യമായിട്ടാണ് സയന്റിഫിക് മീൻസിയർലി സാം കാൽവിറ്റ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, വെയിറ്റ് മാനേജ്മെന്റ്, കാർഡിയോ കോച്ചസ് ആണ്. ന്യൂട്രീഷൻ ഒക്കെ ചെയ്യും, വെയിറ്റ് മാനേജ്മെന്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. പുള്ളി പണ്ട് മാക്സ് പ്രൊഫസർ ആയിരുന്ന പറയണം. അപ്പൊ ആ സയന്റിഫിക് ബേസ് ആണ് എല്ലാത്തിനും തന്നെ. ആ പുള്ളി ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ട് കംസത്ത് ഒരിക്കലും ഓവർ ട്രെയിൻ ചെയ്യാൻ പോണില്ല. ഓവർ ട്രെയിൻ ചെയ്ത് ഓവർ വർക്ക് ചെയ്തിട്ടാണ് കംസത്തിന് റിക്കവറി ശരിയാവാത്തതുകൊണ്ടാണ് അവസാനത്തെ റൗണ്ടിൽ ഈ കാർഡിയോ ഇഷ്യൂസ് ഉണ്ടാവണമെന്ന് അർമൻ സാറൂഖ്യൻ പറഞ്ഞത്. അത് ഈ റൗണ്ടിൽ ഈ ഫൈറ്റ് ക്യാമ്പിൽ മോണിറ്റർ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ബെറ്റർ കാർഡിയോള കംസത്തിലേക്ക് നിങ്ങൾ കാണുന്നത്, ഇതിനു മുമ്പ് ഉണ്ടായ കാർഡിയോയിലും ബെറ്റർ കാർഡിയോള കംസത്തിലേക്ക് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതും കൂടി നിങ്ങൾ ഒന്ന് ഓർത്തു വെക്ക്. പിന്നെ ഞാൻ ഇനി പറയാൻ പോണ പോസിബിൾ ഔട്ട്കംസ് ഇത്രയും നാളത്തെ ഫൈറ്റ് കണ്ട ഡാറ്റയാണ്. കാരണം കംസത്തിന് കാർഡിയോ ഉണ്ടെന്ന് ഞാൻ പറയണ എത്ര ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്ര നാളത്തെ ഡാറ്റയിൽ കൊണ്ട് മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോണ പോസിബിൾ ഫൈറ്റ് ഔട്ട്കംസ്. അറിയാല, ഇതെനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറെ പേർക്ക് അറിയാം. ഫസ്റ്റ് റൗണ്ട് എന്തായാലും ഒരു നല്ല കിടിലൻ സ്ക്രാമ്പിൾ ആയിരിക്കും. DDP എന്തായാലും ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല DDP ഫസ്റ്റ് റൗണ്ടിൽ സർവൈവ് ചെയ്യുമെന്ന്. ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ട് സബ്മിറ്റ് ചെയ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഫസ്റ്റ് റൗണ്ട് നല്ല ഡാമേജ് എടുത്ത്, സെക്കൻഡ് റൗണ്ട് നല്ല ഡാമേജ് എടുത്ത് സർവൈവ് ചെയ്ത്, തേർഡ് റൗണ്ടിൽ ഇതേപോലെ കംസത്ത് നമ്മ ഇത്ര നാളത്തെ ഉസ്മാന്റെ ഫൈറ്റും വേർഡ്സിന്റെ ഫൈറ്റും കംസത്തിന്റെ ശത്രുക്കൾ പറയണ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കംസത്ത് ശത്രുക്കളല്ല, ഇഷ്ടമല്ലാത്തവര് അല്ലെങ്കിൽ ഇത്. അപ്പൊ ടയർഡായി. തേർഡും ഫോർത്തും DDP കയറി വരും, ഫിഫ്ത്ത് വരും. അതാണ് ഇതിന്റെ ഒരു ഔട്ട്കം. അല്ലാണ്ട് ഫസ്റ്റ് റൗണ്ടിൽ DDP സബ്മിറ്റ് ചെയ്യാൻ പോണില്ല, ഫസ്റ്റ് റൗണ്ടിൽ DDP DK ചെയ്യാൻ പോണില്ല. പിന്നെ കംസത്ത് സ്ട്രൈക്ക് ചെയ്ത് DDPനെ ഹെർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജെറാഡ് മെർഷോവിന്റെ ഫൈറ്റ് ഒക്കെ എടുത്ത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം KO ചെയ്യാനുള്ള പവർ റൈറ്റാലുണ്ട്. അപ്പൊ കബീബ് പറഞ്ഞ പോലെ കംസത്തിന് സ്ട്രൈക്ക് ചെയ്യാൻ ഫസ്റ്റ് നോക്കാൻ, എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കിയാൽ ഗുണം ഞാൻ പറഞ്ഞില്ല. കംസത്തിന് ഒരിക്കലും ടേക്ക് ഡൗൺ മേടിക്കേണ്ട കാര്യമില്ല. DDP ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കാൻ പോണില്ല. ചിലപ്പോൾ ചെയ്യായിരിക്കും, എന്നാലും ലോജിക്കലി ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കംസത്തിന് സ്ട്രൈക്കും കിക്കും ചെയ്യാൻ നിർത്ത് ബാലൻസ് ഔട്ട് ആയിട്ട് ടേക്ക് ഡൗൺ ചെയ്യുമെന്ന് മേടിക്കണ്ട. അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടിൽ റെക്ലസ് ആവാം. ഡിഫൻസ് നോക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ 2 റൗണ്ടിൽ കബീബ് പറഞ്ഞ പോലെ സ്ട്രൈക്ക് ചെയ്ത് അനങ്ങാണ്ട് നിന്നിട്ട് അവസാനത്തെ 3 റൗണ്ടിൽ പോവോ, അങ്ങനെയൊക്കെ ഇത് പോകാൻ ഭയങ്കര ചാൻസ് കുറവാണ്. പിന്നെ പിന്നെ വേറെ എന്താ പോസിബിലിറ്റി ഉള്ളത്? വേറെ പോസിബിലിറ്റി ഒന്നും അധികം ഞാൻ കാണുന്നില്ല. ഈ ഒരു ചെറിയ പോസിബിലിറ്റി ഞാൻ കാണുന്നുള്ളൂ. കംസത്ത് ഫസ്റ്റ് റൗണ്ട് സ്ട്രൈക്ക് മാത്രം ചെയ്ത് വലിയ എക്സ്പ്ലോസീവ് ആവാണ്ട് അവസാനത്തെ 3 റൗണ്ടിൽ എക്സ്പ്ലോസീവ് ആവാൻ നോക്കിയാൽ അതൊരു പ്രത്യേക ഇതായി ഉൾട്ടേക്കുള്ളൂ. പക്ഷെ കംസത്തിന് ഇത്രയും കണ്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് തോന്നണില്ല കംസത്ത് അങ്ങനെ ചെയ്യുമെന്ന്. അപ്പൊ ഇത്രയുള്ള പറയാനായിട്ട്. പോണെങ്കിൽ ഫസ്റ്റ് 2 റൗണ്ടിൽ ജയിക്കും, അല്ലെങ്കിൽ ഇവൻ ജയിക്കും. അല്ലാണ്ട് വേറെ ഔട്ട്കം കംസത്ത് ഗെയിം പ്ലാൻ മാറ്റണം. അല്ലാണ്ട് ഇതിൽ എന്താണ്? പിന്നെ DDP എന്ന് പറഞ്ഞാൽ DDPയുടെ പേരൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പുതിയ സാധനം തിരിവ് ഇതിനകത്ത് വരുമോന്ന് അറിയാൻ പാടില്ല. എന്തായാലും കംസത്തിന്റെ ഗെയിം പ്ലാൻ പോലെ താഴെയിട്ട പേടിക്കേണ്ട കാര്യമില്ല. കംസത്ത ആ ഒരു 15 മൂട് ഡാമേജ് എടുത്തു തന്നെ DDP ഇത്ര നാള് താഴെ വന്ന DDP അല്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്ര നാള് പല ആൾക്കാരും താഴെ ഇട്ട് വന്ന DDP അല്ല. കംസത്ത് താഴെ ഇട്ട് വന്നു കഴിയുമ്പോൾ നാം പുതിയൊരു ജന്മമായിട്ട് തിരിച്ചു തന്നെ. കാരണം അടിയിൽ നിന്നുള്ള ഗ്രൗണ്ട് അനുഭവം. പിന്നെ ടൈറ്റിൽ ഫൈറ്റ് ആയതുകൊണ്ട് ടൈറ്റിൽ ഫൈറ്റ് ആണ്. അത്ര എല്ലാം 30-40% എക്സ്ട്രാ ആയിക്കോളൂ. റൗണ്ട് എമൗണ്ട് ഒക്കെ സീനായിരിക്കും വേണ്ട. അപ്പൊ ഡാമേജ് എടുത്തു DDP ലേറ്റർ റൗണ്ടിൽ എങ്ങനെയായിരിക്കും അറിയാൻ പാടില്ല. അപ്പൊ ഇത്രേ ഉള്ളു. കംസത്ത് ജയിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. 5 കൊല്ലോട്ട് ഞാൻ ആഗ്രഹിക്കണ കംസന്റെ ചാമ്പ്യനായിട്ട് കാണാൻ. നേരത്തെ ചാമ്പ്യനാവെന്ന് വിചാരിച്ചാണ്. അപ്പൊ കണ്ടറിയാം. ഈ കാര്യങ്ങൾ പറയാൻ വന്നാണ്. ഓക്കെ ബൈ.